വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് മുനമ്പ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലാണ് അധികാരമെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ പറയുന്നത് നടക്കൂല എന്ന് തന്നെയാണ് പറയുന്നത്. കൈ മലർത്തി കാണിച്ചു. അതായത് എന്നെ കൊണ്ട് ഇതൊന്നും നടക്കൂല, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് എന്തായിരുന്നു? ശരിക്കും ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം അന്ന് അദ്ദേഹം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് കേരള സർക്കാരിലെ സെക്ഷൻ 97 ഉപയോഗിച്ചുകൊണ്ട് ഇത് 10 മിനിറ്റിനകത്ത് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഖഫ്, അതായത് എനിക്കൊന്ന് ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുനമ്പം ആ പ്രദേശത്ത് ഒരുപാട് എനിക്ക് 100ഓളം ഫാമിലികൾ എന്തോ അവിടെ താമസിക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ കുടുംബങ്ങളെ വെച്ചുകൊണ്ട് സത്യത്തിൽ രാഷ്ട്രീയം കളിച്ച 2 രാഷ്ട്രീയ പാർട്ടികളാണ്, ഒന്ന് BJPയും ഒന്ന് കോൺഗ്രസും. കാരണം ഇതിന് വസ്തുതകൾ പലതാണെന്നിരിക്കലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിലും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഇവിടുത്തെ BJP നേതാക്കന്മാരും വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരും ഈ മുനമ്പം സമരവേദി സന്ദർശിക്കുകയും അവിടെയുള്ളവരോട് വളരെ കാര്യമായി സംസാരിച്ച് അവർക്ക് എന്തോ ഇപ്പം ഇത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വത്ത് എന്നുള്ളതാണ്. അപ്പോൾ വഖഫ് സ്വത്തായി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താ, ഞങ്ങളത് സാധിച്ചു തരും എന്നും പറഞ്ഞിട്ട് അവിടെ പോയി ഏകദേശം 50ഓളം കുടുംബങ്ങളിൽ കയറിയിട്ട് അവിടുത്തെ കുടുംബങ്ങളിൽ നിന്ന് BJPക്ക് മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അതുവരെ അവിടെ BJPക്കാർ ചെയ്തു. അപ്പം ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ കിരൺ റിജിജു കേന്ദ്രമന്ത്രി വന്നിട്ട് പറഞ്ഞു, കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ പോവുകയുള്ളൂ, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കിരൺ റിജിജു ഒരിക്കൽ വന്നിട്ട് മുനമ്പത്ത് തന്നെ വന്നതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതോടുകൂടി BJP കൈ ഒഴിഞ്ഞ മട്ടായി. ഇവിടെ ആക്ച്വലി നടക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാക്കി ഇതിനെ വളർത്താനാണ് ഇരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ എന്തിനാണ് മുനമ്പത്തെ അവരുടെ കൂടെ കൂടിയത്? ഇതിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ ഒരു മതപരമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. അതായത് ഇവരെന്താ BJP ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അതായത് ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് കേക്ക് കൊണ്ടുപോവുക, ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് പിന്നെ വിഷസ് അയക്കുക, ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ. അപ്പോൾ എന്തിനു വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ ഈ സഭകളെ കയ്യിലെടുത്തുകൊണ്ട് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. ഈ പറയുന്ന പാവപ്പെട്ട മുനമ്പത്തെ അവിടുത്തെ ആൾക്കാർക്ക് കുടിയൊഴിപ്പിക്കപ്പെടൽ ഭീഷണിയിൽ നിൽക്കുന്ന ആ കുടുംബങ്ങളോട് അവർക്ക് സ്നേഹമൊന്നുമില്ല, മറിച്ച് അവർക്ക് 10 വോട്ട് ക്രിസ്തീയ സഭയിൽ നിന്നുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ശരിക്കും BJP എന്നുള്ള നിലയിൽ നടത്തിയത്. പിന്നീട് ഏറെക്കാലം അങ്ങോട്ട് പോകാതിരുന്നുവെങ്കിൽ തന്നെ നമുക്കറിയാം, ക്രിസ്മസ് പപ്പയുടെ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് വി ഡി സതീശൻ അടക്കം ആ സമരപരിപാടിയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് പറഞ്ഞ് ഈ പറയുന്ന സെക്ഷൻ 97 ഉപയോഗിച്ചുകൊണ്ട് ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നു. എന്താണ് സെക്ഷൻ 97? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സെക്ഷൻ 97 എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് സെക്ഷൻ 96 പ്രകാരം എന്ന് പറയുന്ന ഒരു വകുപ്പ് കൂടി അതിനകത്ത് വരും. അപ്പം സെക്ഷൻ 96 പറയുന്ന സാധനം കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന സർക്കാരിന് ഈ ഭൂമി വഖഫ് അല്ലാതാക്കി തീർക്കാനുള്ള ഒരു ഇത് നിയമപരമായി നടപടി എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശിക്കാം വഖഫ് ബോർഡിനോട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ സെക്ഷൻ 97 എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പറയുന്ന സെക്ഷൻ 97 പ്രകാരം പറ്റില്ല, സെക്ഷൻ 96 കൂടെ ആഡ് ചെയ്തിട്ട് വേണം, 96 97 ആഡ് ചെയ്തിട്ട് മാത്രമേ ഇക്കാര്യത്തിൽ നടപടി എടുക്കാൻ പറയൂ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവണം, കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടാവണം. ഇവിടെ ഫലത്തിൽ നോക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഇല്ല. റിജിജു തന്നെ പറയുന്നത് കോടതി എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. ഇവിടെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. അതായത് വഖഫിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് ഇവർക്ക് നൽകണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമില്ല. അപ്പോൾ ആ 96 ഉണ്ടെങ്കിൽ മാത്രമേ 97 ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഇവിടെ സർക്കാരിന് ഇവരോട് പറയാൻ സാധിക്കും, അതായത് വഖഫ് ബോർഡിനോട് സർക്കാരിന് നിർദ്ദേശം വെക്കാൻ സാധിക്കും എങ്കിൽ. പക്ഷേ ഇവിടെ 96 പ്രാവർത്തികമല്ല, കേന്ദ്ര സർക്കാരിന് നിർദ്ദേശമില്ല. അപ്പോൾ സ്വാഭാവികമെന്നോണം ഈ പറയുന്ന 97 ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ബോർഡിനോട് ഭൂമി തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഭൂമി വഖഫ് അല്ലാതാക്കി തീർക്കണം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെയുള്ള ചാൻസുകളൊന്നുമില്ല. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ഷൻ, അതായത് സെക്ഷൻ 97 ഉപയോഗിച്ചുകൊണ്ട് കേവലം 10 മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് പറയുന്നു. എന്നാൽ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വി ഡി സതീശൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്?
ഇപ്പൊ പറയുന്ന അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. അതായത് പോയ സർക്കാർ വരാൻ പോകുന്ന സർക്കാരിന് 8ന്റെ പണി, അത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്, 8ന്റെ പണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഖഫ് ഭൂമിയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. വഖഫ് ഭൂമി ആക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിക്കോളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? ഇനി അതിലൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. അതായത് സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന പിണറായി സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് പറയാൻ എന്താ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് പിന്നെ DK ഹംസ മറ്റോ ആയിരുന്നു അതിന്റെ വഖഫ് ബോർഡിന്റെ അധ്യക്ഷനായിരിക്കുന്നത്. ആ സമയത്താണ് ഇത് ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഇനിയും എന്താ, VD സതീശൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറയാം ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. കാര്യം നേരത്തെ ആയിരുന്നെങ്കിൽ ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്ത് പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇനിയും ചെയ്യാനില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ എന്താ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ മതപരമായ ഒരു കോൺസ്പിറസി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇവിടെ എന്തോ മതപരമായി ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്ന് വരുത്തി തീർക്കുക ചെയ്യുന്നത്. എന്താ, 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് സംഘപരിവാറുകാരും CPM-കാരും അല്ലെങ്കിൽ മറ്റൊരു മതന്യൂനപക്ഷക്കാരും ഭൂരിപക്ഷ വർഗീയതയും തമ്മിലുള്ള ഒരു അടിക്ക് വേണ്ടിയിട്ട് ഇവിടെ സർക്കാർ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു പുതിയ നരേറ്റീവ് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പം VD സതീശൻ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്യുന്നത്. അദ്ദേഹം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. പല കാര്യങ്ങളും പറയുമ്പോൾ അദ്ദേഹം വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. പണ്ട് ഇരുന്ന പോലെ ഏകദേശം ഒരു മാസത്തിന് മുൻപ് വരെ ഇരുന്നത് പോലെ ഒരു സ്ഥാനത്തല്ല VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്. അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥാനത്തിരുന്ന ഒരു നേതാവാണ് VD സതീശൻ. കാരണം പ്രതിപക്ഷ നേതാവാണ്. എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാറി. അത് സ്വയം അംഗീകരിക്കാൻ VD സതീശൻ തയ്യാറാവണം. ഞാൻ ഈ നിൽക്കുന്നത് വെറും പ്രതിപക്ഷ നേതാവല്ല എന്നും ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു തോന്നലാണ് ആദ്യം അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്. അതിലേക്ക് വന്നില്ലെങ്കിൽ പ്രശ്നം കോംപ്ലിക്കേഷൻ ആവും. അല്ല, ഈ പറയുന്ന പോലെ മുൻ സർക്കാരിന്റെ മുകളിൽ ചാരി രക്ഷപ്പെടുക എന്നുള്ളതല്ല. ഇവിടെ ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തു പോയി എന്നുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എന്തിനാണ് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് കാര്യം സെറ്റിലാക്കുമെന്ന്? അവിടെയാണ് നമ്മുടെ സംശയം കിടക്കുന്നത്. ഇപ്പൊ പറയുന്ന ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വരുന്ന സർക്കാരിന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ആ 8ന്റെ ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ എന്തിനായിരുന്നു അന്ന് ഈ പറയുന്ന ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞത്? അത് പറഞ്ഞിട്ട് അധികകാലമായിട്ടില്ല. അപ്പൊ പിന്നെ ആ പറഞ്ഞതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ രാഷ്ട്രീയ ലാക്ക് മാത്രമായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ദേശം, അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കൃത്യമായി പറയാൻ ശീലിക്കണം എന്നുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ കള്ളം പറയരുതിനി മുതൽ ജനങ്ങളുടെ മുമ്പിൽ സത്യം മാത്രം അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ പരമമായ സത്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ വിഷ്വൽ മുഴുവൻ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലെ അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ് ഗൺമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ ഏതാ? അദ്ദേഹം അവിടെ പോകുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് അടക്കമുള്ള ആളുകൾ, കമാൻഡോസ് അടക്കം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില പിന്നെ PC വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ട് പോലീസുകാരും ഉണ്ട്. അല്ലാതെ വെറുതെ ഒരു മുഖ്യമന്ത്രി ആയ ഒരാളെ VD സതീശൻ, പണ്ടത്തെ VD സതീശനാണ് കയറി തൊഴുതിട്ടിറങ്ങി വരാം. ഈ പണ്ട് ഏതോ ഒരു ചാനലുകാരൻ പറഞ്ഞ പോലെ പഴയ ഈ പിന്നെ ഇതിന്റെ തട്ടിപ്പുമായിട്ട് മണി ചെയിൻ തട്ടിപ്പുമായിട്ട് നടന്ന കാലത്ത് VD സതീശനാണെങ്കിൽ ഒരുപക്ഷെ കയറി തൊഴുതിട്ട് ഇറങ്ങി വരാം. അതിനാരും ചോദിക്കാനും അല്ലെങ്കിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ പോലീസ് എസ്കോർട്ട് വേണ്ട, ഗൺമാന്മാർ വേണ്ട, ആരും വേണ്ട, സുഖമായിട്ട് പോയിട്ട് തൊഴുതിട്ട് വരാം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. അതേ മുഖ്യമന്ത്രിയാണ്. പലപ്പോഴും ഈ കള്ളത്തരം പ്രചരിപ്പിക്കുക, കള്ളത്തരം മാറ്റിവെക്കണം. കാര്യം നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് VD സതീശൻ എന്താണോ ലക്ഷ്യം വെച്ചത് അത് സാധിച്ചു. കള്ളത്തരം പറഞ്ഞിട്ട് സാധിച്ചെടുത്തു. ഇനി അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ അട്ടിമറിയിലൂടെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾ VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം സാധിച്ചെടുത്തു. മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതാഭിലാഷം അദ്ദേഹം സാധിച്ചെടുത്തു. ഇനിയും വേണ്ടത് എന്താ? ഇനിയെങ്കിലും ജനങ്ങളോട് സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. അതായത് പറയുന്ന കാര്യങ്ങളിൽ ഒരു വസ്തുതയുണ്ടാവണം, സത്യമുണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ വരും ദിവസങ്ങളിൽ ഇനിയും ഇതൊന്നും അല്ല, ഇതൊക്കെ വെറും തുടക്കം മാത്രമായിട്ടേ ഉള്ളൂ. സർക്കാർ രൂപീകരിച്ചു, മെയ് മാസം അവസാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. എത്ര കാലമായി കാണും? സർക്കാർ 15-ാം തീയതി മറ്റോ അങ്ങോട്ടായിരുന്നോ? അപ്പൊ ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്. ഇനി ഒരു 4 വർഷക്കാലം 5 വർഷക്കാലം ഈ സർക്കാരിന് പൂർത്തീകരിക്കേണ്ടതാ. എന്തൊക്കെ പ്രതിസന്ധികളെയാണ് തരണം ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ. ഇപ്പൊ പിന്നെ പനിക്കിടക്കയിലാണ് കേരളം.
പനിക്കിടക്കയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിനു മുമ്പുണ്ട ഏകദേശം 5000, 6000, 7000 പേരാണ് പ്രതിദിനം പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് രേഖാമൂലം എത്തിച്ചിരുന്നത്. അല്ലാതെ കുറേ ആരോഗ്യമന്ത്രി വഴി കണ്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ഒക്കെ മെഡിക്കൽ കോളേജ് തുടങ്ങാന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് അടിയന്തരമായി എന്താണ് സജ്ജീകരിക്കേണ്ടത്? പനി ക്ലിനിക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ എവിടെയും ഒരു ഏത് ഹോസ്പിറ്റലുമായി കേന്ദ്രീകരിച്ചുകൊണ്ടും അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. ഇപ്പോൾ സ്കൂളിൽ 1-ാം തീയതി മുതൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോവാ. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ട പരിചരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്? അത് പിന്നെ ആരോഗ്യവകുപ്പിന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാംക്രമിക രോഗങ്ങളെ ചെറുക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പം ഈ പറയുന്ന കള്ളത്തരം അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു സർക്കാരാണെന്നും ആ സർക്കാർ വളരെ കൃത്യമായി പ്രവർത്തിക്കേണ്ട ഒന്നാണെന്നും ഇപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ പണ്ട് പിന്നെ വടകര തെരഞ്ഞെടുപ്പ് 2024 വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായല്ലോ. അതിന് പ്രത്യേക SIT അന്വേഷണത്തിന് എടുത്തിരിക്കുകയാണ്. തൂഫാൻ കൊണ്ട് ഇപ്പം തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അതായത് പിന്നെ ഇതിന്റെ നമ്മുടെ ഡ്രഗ്സിനെ, ലഹരികളെ, പക്ഷെ നല്ലൊരു പ്രോജക്റ്റാണത്. ലഹരി ഇവിടെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വളരെ നല്ല പ്രോജക്റ്റ് തന്നെയാണ്. അതിനകത്ത് ആർക്കും യാതൊരു എതിരഭിപ്രായമില്ല. പക്ഷേ കുബേര എന്ന് പറയുന്ന ഒരെണ്ണം നമ്മുടെ മുന്നിലുണ്ട്. കുബേര, ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നിട്ട് ആ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ബ്ലേഡുകാരില്ലല്ലോ. പിന്നെ ഈ എന്താ പറയാ, പലിശക്കാരുടെ എണ്ണം കുറഞ്ഞോ? ഇല്ല, പലിശക്കാർ ഇപ്പോഴും ഉണ്ട് അല്ലേ? ഈ പലിശക്കാരുടെ എന്തിനാണ് പലിശക്കാരെ, സാധാരണക്കാരെ പോകുന്നത് പലിശക്കാരുടെ അടുത്തേക്ക്? അല്ലെങ്കിൽ വട്ടിപ്പലിശയ്ക്ക് എന്തിനാണ് കാശ് മേടിക്കുന്നത്? അറിഞ്ഞുകൊണ്ടാണ് തലവെച്ച് കൊടുക്കുന്നത്. അത് ബ്ലേഡ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് തലവെച്ച് കൊടുക്കുന്നത്. എന്തിനാണ്? അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു വേറെ എന്തെങ്കിലും ഒരു പിന്നെ ഇവർ ഈ ബ്ലേഡിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ ബ്ലേഡുകാർ അടുക്കലേക്ക് ചെല്ലുന്നത് നമുക്ക് അത്യാവശ്യം കാശ് വേണ്ടതുകൊണ്ടാ. ഇന്ന് സാധാരണക്കാരടുത്തിന് ഏതെങ്കിലും ഒരു പിന്നെ ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ 100ലധികം പ്രൊസീജിയേഴ്സ് പാസ്സാക്കണം. അപ്പം അവരെ അത് ഫലപ്രദമായി ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ കുബേര എത്ര അറസ്റ്റിലായവരെല്ലാം പിന്നെ 10 മടങ്ങ് വേഗത്തിൽ പുറത്തേക്ക് വരികയും അവരവരുടെ ജോലി തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു എപ്പോഴും പറയുന്നത് ഇച്ഛാശക്തി ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ശരിക്കും ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന കേരളത്തിൻ്റെ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.